നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അതിന് ഇന്ന് മന്ത്രിസഭ യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് വ്യവസായങ്ങൾക്ക് സ്ഥല ലഭ്യത കേരളത്തിൽ കുറവാണ്. അപ്പോൾ സാധ്യമാകുന്ന സ്ഥലങ്ങളെല്ലാം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും. രണ്ട്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ എന്തൊക്കെയായിരുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന ഒരു കാഴ്ചപ്പാട് വ്യവസായ വകുപ്പ് വികസിപ്പിക്കുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തിരുന്നു, ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇന്ന് മന്ത്രിസഭ യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ഒരു വ്യവസായ സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുമ്പോതിന് അതാത് ഏജൻസികളുടെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് UGC ആകാം, AICT ആകാം, അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ആകാം, ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എത്ര സ്ഥലമാണോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആവശ്യമായി വരുന്നത് ആ സ്ഥലം കഴിഞ്ഞ് ബാക്കി സ്ഥലം അത്തരം സ്ഥാപനങ്ങൾക്കുണ്ടെങ്കിലാണ് ഇൻഡസ്ട്രിയൽ പാർക്കിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. അതിൽ 2.5 ഏക്കർ വരെ സ്ഥലമാണ്. 2.5 ഏക്കർ 5 ഏക്കറിന് ഇടയിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി, 5 ഏക്കറിന് മുകളിലാണെങ്കിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇതാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 1.5 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സർക്കാർ നൽകുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി അവിടെ ബിൽഡിങ്ങുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് 1.5 കോടി രൂപ അതിനും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിക്കും ഗവൺമെന്റ് നൽകുന്നതായിരിക്കും. അതിന് വ്യവസായ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ധനകാര്യ വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലവിഭവ വകുപ്പ്, ഊർജ പരിസ്ഥിതി വകുപ്പ്, ഇതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന സംസ്ഥാനതല സമിതിയായിരിക്കും ഇതിന് അംഗീകാരം നൽകുന്നത്. ജില്ലാതലത്തിൽ ഒരു സമിതി സ്ഥല പരിശോധനയെല്ലാം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് NOC നൽകേണ്ടതുണ്ട്. കാരണം അവരുടെ നോംസ് അനുസരിച്ചുള്ള സ്ഥലം കഴിച്ച് ബാക്കി സ്ഥലം ഉണ്ട് എന്നുള്ളതിന് അവർ ഒരു NOC നൽകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു 25 ഈ വർഷം തന്നെ സാമ്പത്തിക വർഷം തുടങ്ങണമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇപ്പോൾ തന്നെ 70-ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിനോട് ഈ വാർത്ത അറിഞ്ഞിട്ട് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 2 യൂണിവേഴ്സിറ്റികളും പാർക്കുകൾ ആരംഭിക്കുമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിദ്യാഭ്യാസ നിലവാരം മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ഈ പാർക്കിന് അനുമതി നൽകുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് NOC നൽകുന്നതോടൊപ്പം തന്നെ ഇപ്പോ പോളിമർ ടെക്നോളജി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, റബ്ബർ റിലേറ്റഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ മണിക്കൂറിനെ അടിസ്ഥാനപ്പെടുത്തി ക്രെഡിറ്റ് അറിയാൻ കഴിയുമോ എന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിന്റെ തുടർച്ചയിൽ പരിശോധിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാറുള്ളത്. ഇത് കൂടാതെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഫുൾ ടൈം ഇന്റേൺഷിപ്പ്, 6 മാസത്തെ ഇന്റേൺഷിപ്പ്, അതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ് പോലും പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ കഴിയും. അവർലി വേജസ് അവിടെ നൽകുന്ന രൂപത്തിലുള്ള ജോലി ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയും. പാർട്ട് ടൈം ജോബ്സ് കഴിയും. പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രൊജക്ടുകൾ, അതിന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് കുറെ കൂടി സാധ്യത ഉണ്ടാവും. ഫാക്കൽറ്റിയുടെ പ്രൊജക്ടുകൾക്ക് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഇവിടെ പ്രയോറിറ്റി നൽകും. പിന്നെ പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം പഠിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അലുമിനി അവർക്ക് കൂടി പരിഗണന നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ടാണ് ഇതിനെ വ്യവസായ വകുപ്പ് കാണുന്നത്. നിലവിൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾ 24 പാർക്കുകൾ, അത് 16 പെട്ടെന്ന് കൂടി ക്ലിയർ ചെയ്തു. 24 പാർക്ക് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ നൽകാൻ കഴിയും കേരളത്തിൽ. അത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. നേരത്തെ സ്വകാര്യ വ്യവസായ പാർക്കിന്റെ നയം ഉണ്ടായിരുന്നെങ്കിലും അത് പ്രായോഗികമായിരുന്നില്ല. മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം 24 പാർക്കുകൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ അനുമതി നൽകാൻ കഴിഞ്ഞു. അതിൽ ഒരെണ്ണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് വ്യവസായ പാർക്കുകളും അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ വ്യവസായ പാർക്കിന് ഡെവലപ്പേഴ്സ് അവരുമായിട്ട് നാളെ ഇന്ററാക്ഷൻ ഉണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം നിർദ്ദേശങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. ഇന്നിപ്പോ MSMEകൾക്കെല്ലാം ഉള്ള അവാർഡ് വിതരണം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിന് ക്യാമ്പസ് വ്യവസായ പാർക്ക് സഹായകരമായിരിക്കും. ഇതിന്റെ തുടർച്ചയിൽ എല്ലാ ജില്ലയിലും സഹകരണ വ്യവസായ പാർക്കുകൾ കൂടി ആരംഭിക്കും.
സഹകരണ സംഘങ്ങളുടെ മുൻകൈയിൽ വ്യവസായ പാർക്കിൽ അവിടെ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഇൻഡസ്ട്രിക്ക് മുൻഗണന നൽകണം. മറ്റ് ഇൻഡസ്ട്രിയും അവർക്ക് അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതും നല്ല രീതിയിലുള്ള മാറ്റത്തിന് സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതാണ് നിങ്ങളോട് അതിലിപ്പോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിദേശത്തേക്ക് പോകുന്നത് നിങ്ങൾ പലരും പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് നല്ല ഏറ്റവും കൂടുതൽ പോകുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർ പ്രധാനമായിട്ടും പാർട്ട് ടൈം ജോബാണ്. ഇപ്പൊ നമുക്ക് തന്നെ ഈ ഒരു ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സമീപനവും ഈ പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്ത് വരുന്നതോ കുഴപ്പമുണ്ടാക്കുന്നതൊക്കെയാണ് ആളുകൾ. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇതിലാവശ്യമാണ് എന്ന ചിന്ത സമൂഹത്തിന് ശക്തമാണ്. അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന സംരംഭങ്ങൾ തന്നെയായിരിക്കും ഇതിനോട് ചേർന്ന് വരുന്നത്. IT സംരംഭങ്ങളാകാം, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പുതിയ തലമുറ ടെക്നോളജി, ഡിജിറ്റൽ സയൻസിന്റെ സംരംഭങ്ങൾ, പിന്നെ ഹൈടെക് മാനുഫാക്ചറിംഗ് സംരംഭങ്ങൾ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങൾ, അതും ഈ പരിശോധനയിൽ അതെല്ലാം വരും. അപ്പൊ അങ്ങനെയുള്ള പുതിയ സംവിധാനമായിട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ പഠനത്തിനും ഇതൊരു സഹായകരമായിരിക്കും. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരും. കേരളത്തിലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ കണ്ടിരുന്ന കുറവ് നമ്മുടെ ഈ പ്രായോഗിക സ്കില്ലും എഡ്യൂക്കേഷൻ തമ്മിൽ ഗ്യാപ്പാണ്. അപ്പൊ അത് ഒരു പരിഹാരമായിരിക്കും. പഠനത്തോടൊപ്പം തന്നെ പഠിക്കുന്ന വിഷയത്തിൽ പ്രായോഗികമായ പരിശീലനം, തുടർച്ചയിൽ ഒരു തൊഴിലും എന്ന നിലയിലേക്ക് വരുമ്പോൾ വരുമാനം, പഠനം ശക്തിപ്പെടുത്താനെല്ലാം സഹായകരമായിരിക്കും. അല്ല, നമ്മളതൊരു ചലഞ്ച് മോഡലൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അപേക്ഷിക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന 79 പേര് ഇപ്പൊ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 യൂണിവേഴ്സിറ്റി അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പോളിടെക്നിക്കുകൾ, ഇവർക്കെല്ലാം ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ, ഏത് ഗ്രേഡിൽ കിടക്കുന്നു, പ്രൊജക്റ്റുകളുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഹയർ എഡ്യൂക്കേഷനോട് ചേർന്ന് ആദ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന 25 എണ്ണമാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിൽ കാണുന്നത്. ഈ വന്നതിൽ നിന്ന് ചലഞ്ച് അടിസ്ഥാനത്തിൽ തന്നെ അവർക്കറിയാൻ കിട്ടൂല എന്നുള്ളത് ട്രാൻസ്പെറന്റ് ആയ പ്രോസസ്സിലൂടെ തെരഞ്ഞെടുക്കാമെന്നാണ് കരുതുന്നത്. ഇതിന്റെ ഒരു നിയന്ത്രണം പൂർണ്ണമായിട്ടും ആ ഒരു കോളേജിന്റെ മാനേജ്മെന്റ് ആയിരിക്കും. നമ്മൾ പ്രൈവറ്റ് പാർക്ക് പോലെ തന്നെ. അതുപോലെ ഇപ്പം യൂണിറ്റുകൾ എത്ര വേണം, അല്ലെങ്കിൽ ഏത് സ്വഭാവമുള്ളതാണ്, അങ്ങനെയുണ്ട്. ഏത് വ്യവസായമാണോ ആ പ്രദേശത്ത് നിയമപ്രകാരം നടത്താൻ കഴിയുന്നത് ആ വ്യവസായം. ഇപ്പൊ ഗ്രീൻ കാറ്റഗറി മാത്രമുള്ള സ്ഥലമാണെങ്കിൽ ഗ്രീൻ കാറ്റഗറി, അതെല്ലാം മറ്റ് കാറ്റഗറി പറ്റുന്നിടത്താണെങ്കിൽ അത്രയും കാറ്റഗറി. മിക്കവാറും ഇത് വരുമ്പോൾ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്, ടെക്നോളജി ബേസ്ഡ്, IT ബേസ്ഡ് ഇങ്ങനെയുള്ളതിലായിരിക്കും കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. അതല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻസെന്റീവ് ആയിട്ടാണ്. നമ്മളിപ്പോ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് 3 കോടി കൊടുക്കുന്നുണ്ട്. അവരുടെ റോഡ്, എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് 3 കോടി രൂപ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1.5 കോടി രൂപ കൊടുക്കും. ഇനിയിപ്പോ നമ്മൾ സഹകരണ പാർക്കുകളുടെ സ്കീം ഇപ്പോൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹകരണ മന്ത്രി ഞാനും തമ്മിൽ ഞങ്ങൾ മറ്റ് 2 വകുപ്പിൽ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള യോഗം ചേർന്നു ഒരു കരട് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ ഡയറക്ടറും അതുപോലെ തന്നെ അവരുടെ സെക്രട്ടറി അടങ്ങുന്ന കമ്മിറ്റി അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ ഗൈഡ്ലൈൻസും നമ്മൾ ഫൈനലൈസ് ചെയ്യും. അതിപ്പോ നമ്മള് പൊതുവെ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അവാർഡുകളിൽ വളരെ തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നല്ലോ. അപ്പൊ അതിലിപ്പോ മാർക്കറ്റിംഗ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നുണ്ട്, കേസ് സ്റ്റോറുകളുണ്ട്. ഇവരുടെയൊക്കെ വരുമ്പോ പലതരത്തിലായിരിക്കും. അവരും അതിൻ്റെതായ വിപണി കണ്ടെത്തിയിട്ടായിരിക്കും ഇത്തരം സ്ഥാപനം വരിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോ മറ്റ് സ്ഥലങ്ങളിലുള്ള അതിന്റെ കുറച്ച് വർക്കുകൾ, ഇലക്ട്രോണിക്സിന്റെ പ്രധാന കമ്പനിയും ചേർന്നുള്ള വർക്കുകളാകാം. കേരള ബ്രാൻഡ് നമ്മളിപ്പോ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റിംഗിന് സഹായകരമായിരിക്കും. പിന്നെ ലോക്കൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഫുഡ് ടെക്നോളജി വരുന്നു, അത് കേസ് സ്റ്റോറിൽ വിൽക്കാം. സിവിൽ സപ്ലൈസിന്റെ അവിടെ പ്രത്യേക കോർണർ ഉണ്ടാവും കേരള പ്രൊഡക്റ്റുകൾക്ക്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗിനുള്ള പിന്തുണയും സർക്കാർ നൽകും. സാർ, ഇപ്പോൾ ഈ അടുത്ത് 1 മാസത്തിന് മുമ്പ് കാനഡയിലോട്ട് ഒരു ഏതാണ്ട് 7000 വിദ്യാർത്ഥികൾ PSC ലിസ്റ്റിൽ വന്നിട്ടും തൊഴിൽ കിട്ടാതെ ഇവിടുന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായല്ലോ. വിവിധ മേഖലകളിൽ അവർ പറഞ്ഞാൽ PSC ലിസ്റ്റിൽ വന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഏതാണ്ട് ഒരു 1000-ലേറെ വിദ്യാർത്ഥികൾ മറ്റേ PSC ലിസ്റ്റ് പോലീസ്
ഇത് ലിസ്റ്റിൽ വന്നിട്ട് പോലും ഇതുവരെ അവർക്ക് തൊഴിൽ കിട്ടിയില്ല. ഞങ്ങളുടെ മരണത്തിൻ്റെ മുന്നിലാണെന്ന് പറഞ്ഞ ഇവിടെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് നടന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണ്. മൊത്തം ഇന്ത്യയിൽ ജനസംഖ്യയുടെ 2.8% കേരളം. മൊത്തം ഇന്ത്യയുടെ 1.2% ഭൂമിയാണ് കേരളം. മൊത്തം ഇന്ത്യയിലെ PSC നിയമനത്തിന്റെ 42% കേരളത്തിലാണ്. വ്യവസായത്തിന് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുമ്പോഴും ഈ വ്യവസായവുമായി നമുക്കിപ്പം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ KCDC പോലുള്ളതൊക്കെ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ കാണുന്നതല്ലേ ഇപ്പോൾ വിവാദങ്ങൾ പെടുന്നതാണോ വിവാദങ്ങൾ പെടുത്തുകയാണെന്ന് അറിയില്ല. കാരണം 1999 മുതൽ 2015 16 വർഷം TK നായരാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ്. അതിനുശേഷം വളരെ റെപ്യൂട്ടഡായ പേഴ്സണാലിറ്റീസാണ് ഞാൻ നയിച്ചിരിക്കുന്നത്. നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അല്ല KSIDCക്ക് അന്വേഷണം സ്വാഗതം ചെയ്തോടെ എന്തിനാ ഭയക്കുന്നത്? നമുക്ക് ഭയം ഉണ്ടായിട്ടില്ല. SFI ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ബാങ്ക് പിന്നെ KSIDCക്ക് ആ കാലങ്ങളിൽ പൈസ കൊടുക്കില്ല. KSIDC ആണ് ഈ സപ്പോർട്ട് എല്ലാം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് നടക്കുന്നവരെ വ്യവസായ മേഖല പാരലൈസ് ചെയ്യാന്നുള്ളതാണ് മാത്രമേ. ഇപ്പോ ഇവിടെ അവാർഡ് കിട്ടിയ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് OEMന്റെ അവർ എത്രയോ കാലം തുടങ്ങി. അത് KSIDC ആണ് പ്രൊമോട്ടർ. അപ്പോളോ ടൈൽസ് KSIDC ആണ്. നമ്മളിനിപ്പോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇനി ഇതുപോലെ പ്രശ്നം വന്നാൽ നേരെ KSIDCക്ക് വന്നാൽ KSIDC ഓഹരി എടുക്കാൻ പറ്റും. അപ്പൊ അത് കേരളത്തിലെ ഇൻഡസ്ട്രിയലൈസേഷന് എതിരായിട്ടുള്ള സമീപനമാണ്. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്ന സ്വാഗതം ചെയ്തോളാൻ ചോദിക്കുന്ന ആളുകൾ ഈ അന്വേഷണം നടക്കുന്ന കാലയളവ് വരെ KSIDCക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന വായ്പകളെല്ലാം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആ തരത്തിൽ ചോദിച്ചാൽ മതി. അതിനെനിക്ക് നിങ്ങൾ ഈ പത്രപ്രവർത്തകരോട് കഠിനമായ സഹതാപം. 100 കണക്കിന് ലോഡ് ഇൽമിനേറ്റ് എങ്ങനെ മണ്ണിന്ന് കൊടുക്കും? എന്താ ഇൽമിനേറ്റ്? നിങ്ങളോടാ ചോദിച്ചു. എന്താ ഇൽമിനേറ്റ്? കരിമണൽ സംസ്കരിച്ചില്ല. അദ്ദേഹത്തോട് ചോദിച്ചു തീർത്തോട്ടെ. 100 കണക്കിന് ലോഡ് ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരു അനുമതിയും കൊടുക്കാത്ത ഇത്രയും പണം നൽകിയെങ്കിൽ ഇതിന് പെർമിറ്റ് മൈനിങ് ലീസ് നൽകിയതിന് എത്ര കൊടുത്തിട്ടുണ്ടാവണം അദ്ദേഹത്തിന്റെ മാനദണ്ഡം അനുസരിച്ച്? അതാ ഞാൻ ചോദിച്ചത്. അതിന് ഇന്ന് ആരോ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു മൈനിങ് ലീസ് കൊടുത്തത് ഞാൻ നിഷേധിച്ചിട്ടത്. പാർക്കറിയാത്ത ചോദ്യം. ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും സഹായിച്ചിട്ടില്ല. ലീസ് കൊടുത്തത് UDF, ലാൻഡ് രജിസ്റ്റർ ചെയ്തത് അവരുടെ കാര്യം. ഇദ്ദേഹം പറയുന്നു ഒന്നും ചെയ്യാത്തതിന് ഇത്ര കൊടുത്തെങ്കിൽ ചെയ്തതിനകത്ത് കിട്ടിയത് അദ്ദേഹം പറയട്ടെ ആർക്കാ കിട്ടിയെന്നുള്ളത്. ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള സർജറി ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിന് മുമ്പിൽ കരുതിയെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാം എന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അതിലെ അങ്ങനെ എല്ലാവർക്കും മാറി നിൽക്കാം. ഇപ്പോ നാളെ ഏത് കമ്പനിയും വരാമല്ലോ. എന്താ ഗുഡ്വിൽ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ആർക്ക് മാറ്റങ്ങൾ നിങ്ങൾ ചോദിച്ചില്ല. വ്യവസായ പ്രോത്സാഹനത്തിന്റെ അല്ല നമുക്കൊരു ഈ ചോദ്യത്തിന്റെ തുടക്കത്തിൽ മാറ്റം എന്തായിരുന്നു? ഇങ്ങനെ ഷെയ്ഡിയായിട്ട് വെച്ചു. എന്താ ഷെയ്ഡിയായിട്ട് വെക്കണം? അല്ല ഇപ്പൊ ഈ അന്വേഷണങ്ങൾ നടക്കുന്നു. ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞു ഈ ലീസിന് കൊടുത്ത സമയത്ത് അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും എന്ന് പോലും ചോദിക്കുന്നുണ്ടല്ലോ. അല്ല അത് കൊള്ളനാടൻ ചോദിച്ചായിട്ട് നിങ്ങൾ ചോദിക്കുന്നു. ഒന്നും ചെയ്യാത്തതിന് എത്ര കൊടുക്കും? മാധ്യമ പ്രവർത്തകർ അപ്പൊ സാധാരണ ഞാനും 10-15 കൊല്ലം മാധ്യമ പ്രവർത്തനം നടത്തിയാറാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? അപ്പൊ നിങ്ങളാണല്ലോ ഇതെല്ലാം കൊടുത്തത് എന്ന് ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് സംശയപ്പെടുത്തിക്കാൻ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുള്ള ഒരു തരത്തിലുള്ള അത് എന്റെ ഉത്തരവാദിത്തമല്ല. അതിലെ ഓഫീസ് KSIDC കുറിച്ചാണ് അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചോദിക്കുന്നത്. ഇപ്പൊ ഈ 30 വർഷമായാലും അതിനകത്ത് അല്ല അപ്പൊ എന്താ ഞങ്ങൾ ചെയ്യുന്നത്? ലാഭം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം ശരിയാണ്. അതെ, ഇത് 1991 UDFന്റെ കാലത്താണ് KSIDC ഷെയർ എടുത്തത് അല്ലേ? നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഞങ്ങൾ ഇതിനെല്ലാം ഷെയർ പിൻവലിയത് കേട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും നിങ്ങൾ പത്രക്കാരെ എഴുതുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് KSIDC ഒരു സ്ഥലത്ത് ഷെയർ എടുക്കില്ല തീരുമാനിക്കുന്നത്. KSIDC ആർക്കും വായ്പ കൊടുക്കില്ല. വായ്പ കൊടുക്കുന്നതിന് ഞങ്ങൾ പലതരത്തിൽ കൊടുക്കുന്നുണ്ട്. ചിലത് ഇപ്പോ സ്റ്റാർട്ടപ്പുകൾക്ക് വേറെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ വ്യവസായം നടത്താതിരിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ എഴുതുക. കുട്ടികളൊക്കെ പോകണമെങ്കിൽ വ്യവസായം എന്താ വരാത്തത് നിങ്ങൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അല്ല നിങ്ങൾ സൊല്യൂഷൻ പറഞ്ഞോ? നിങ്ങൾ എന്താ വേണ്ടത്? എന്തെങ്കിലും അതൊക്കെ
അതൊക്കെ വ്യവസായ വകുപ്പല്ല, അതൊക്കെ KSIDC അന്വേഷിക്കും. നിങ്ങൾ പറഞ്ഞത് KSIDC മാറിക്കൂടും. അപ്പൊ എല്ലാ വ്യവസായത്തിനും മാറില്ലേ? എല്ലാ യൂണിറ്റിൽ നിന്നും മാറില്ലേ? ഞങ്ങൾ 255 KSIDC ഇൻവെസ്റ്റ് കുറെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പൊളിഞ്ഞു പോകുന്നുണ്ട്. പല ഗവൺമെന്റിന്റെ കാലത്തല്ലേ അങ്ങനെയൊക്കെയല്ല. ഇപ്പൊ നിങ്ങൾ നോക്കിപ്പോ ഇത് ഒറീസ നോക്കും, ഫുൾ ഫ്രീ കൊടുക്കുന്നത്. ഇപ്പോ ലാൻഡിന് 15 ഏക്കറിക്കുള്ള എക്സംഷൻ നടത്തും. അത് എല്ലാ വ്യവസായ സംഘടനകളും ആവശ്യമില്ല. ആ ആവശ്യം വെച്ചിട്ടാണ് കേരളത്തിൽ മാത്രമുള്ളത്. അതിന് ഗവൺമെന്റ് ക്യാബിനറ്റ് എന്ന കമ്മിറ്റി വെച്ച് തീരുമാനമെടുക്കും. ഇപ്പൊ അത് അടുത്ത വിവാദമാക്കി പോകും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കിഫ്ബി അതിന് വിവാദത്തിലാക്കി. കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനം KMML അതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതി വിവാദത്തിലാക്കി. ഇവിടെ ഒന്നും വേണ്ടേ? അല്ല, നിങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ടേ? നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇതിനകത്ത് ഇതാ വസ്തുത, നിങ്ങൾ അന്വേഷിക്കും. നിങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏത് മാധ്യമം? മനോരമയാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ ലക്ഷണമൊത്ത കള്ളം എഴുതിയിരിക്കുന്നു. ലക്ഷമൊത്ത കള്ളം എഴുതിയിരിക്കുന്നു. സംരംഭ ലോകത്തെ ഏതെങ്കിലും ഒരു മാധ്യമം അത് പ്രവർത്തിക്കുന്ന, അതിന്റെ കാശ് കൊടുത്ത് പത്രം വാങ്ങിക്കുന്ന ജനങ്ങളുടെ നാട്ടിൽ വ്യവസായം വന്നിട്ടില്ലെന്ന് സ്ഥാപിക്കുക. തെരഞ്ഞെടുപ്പിന്റെ പ്രീപോളും എക്സിറ്റ് നടത്തുന്ന പോലെ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പത്രപ്രവർത്തന വിദ്യാർത്ഥി എന്നറിയും. ലോക മാധ്യമ ചരിത്രത്തിൽ അങ്ങനെ ഒരു പത്രം ഒരു നാടിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഞാൻ കൃത്യമായ ഉത്തരം പറയുന്നു. അല്ല, ഞാൻ കൃത്യോത്തരം പറയാം. നിങ്ങൾ പോയിന്റ് ചോദ്യം ചോദിച്ചോ. നിങ്ങൾ തുടർച്ചയായിട്ട് നുണകൾ എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചത് CMRൽ ഓഹരിയുള്ള 30 വർഷത്തിൽ നിങ്ങളുടെ ആഗ്രഹം എന്താ? ഈ അന്വേഷണം ഇങ്ങനെ തന്നെ പോകണം. KSIDCക്ക് മനോരമ ഉറപ്പ് നൽകിക്കോ. KSIDCക്ക് എല്ലാ ബാങ്കിന്റെ അന്വേഷണം ഉണ്ടെങ്കിലും ലോണുകളെല്ലാം കിട്ടുകയും 8-9 വർഷം അന്വേഷണം നടക്കുന്നത് വരെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ്, കേരളത്തിലെ സാധാരണ സംരംഭങ്ങൾ, കേരളത്തിലെ ഇടത്തരം സംരംഭങ്ങൾ അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന സംവിധാനം നിങ്ങൾക്ക് ഉറപ്പുതരാൻ പറ്റും. KMML അനാവശ്യമായ കാര്യങ്ങൾ കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ KSIDC എഴുതിക്കൊണ്ടിരിക്കുന്നു, കിഫ്ബി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം എല്ലാം കൂട്ടി തുടങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം എടുത്ത് നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എടുത്തു. അപ്പൊ ഞാൻ നിങ്ങൾ അവസാനിക്കും. നാട്ടിൽ ചെറുപ്പക്കാർക്ക് ജോലി വേണ്ടേ? കിൻഫ്ര ഇപ്പൊ അവിടെ വെള്ളം തടയും, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. UDFന്റെ കാലത്താണ് പദ്ധതി ഉണ്ടാക്കിയത്. ഇപ്പൊ കിൻഫ്ര വേണ്ട, KSIDC വേണ്ട, കിഫ്ബി വേണ്ട, ഇവിടെ ഒരു വ്യവസായവും വേണ്ട. എന്നിട്ട് നിങ്ങൾ തന്നെ എഴുതും. എവിടെ വ്യവസായം? ഒന്നല്ല, നിങ്ങൾ 16 ജില്ലയിൽ ചോദിച്ചല്ലോ. ഉത്തരം നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഏത് അന്വേഷണം നടത്തിട്ട് എഴുതി? അല്ല, ഞാൻ മറുപടിയാണല്ലോ പറയണത്. KSIDC അന്വേഷണം KSIDC നടത്തും. അവർ ആവശ്യമായത് അന്വേഷിക്കും. മനോരമ പറയുന്നത് KSIDC അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അവർ അന്വേഷിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ TK നായരെ പോലെ അടുത്തേ കാലം നയിച്ച സ്ഥാപനമല്ലേ കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിൽ KSIDC എനിക്ക് പങ്കെന്താ? മനോരമ ഒരു പരമ്പര ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ 30 വർഷം KSIDC ഇത്ര കാലമായി കേരളത്തിൽ എത്ര സംരംഭങ്ങൾക്ക് പിന്തുണ നൽകി, എങ്ങനെ വളർന്നു? ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ പരമ്പര ചെയ്യും. നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി വേണ്ടേ? ഈ വിവാദങ്ങൾ സെൻസേഷനിസം മാത്രം മതിയോ? എന്തെങ്കിലും യുക്തിസഹമായ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ടോ? ഏതെങ്കിലും യുക്തിസഹമായ കാര്യം നിങ്ങൾ ചോദിക്കും. ഞാൻ പത്രസമ്മേളനത്തിൽ എല്ലാ രേഖകളും വെച്ചിട്ട് നിയമസഭയിൽ കാണിച്ചില്ലേ? വർഷത്തിനുള്ളൂ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കും. എന്തിനാ ഭയപ്പെടുന്നത്? അത് SFI അന്വേഷണം നടന്നാൽ സാധാരണഗതിയിൽ പിന്നെ ഒരു സ്ഥാപനങ്ങളും അതിന് ബാങ്ക് പണം കൊടുക്കില്ല. അന്വേഷണം തീർന്നിട്ട് ഒരു കുറ്റം ചെയ്തില്ല 10 കൊല്ലം കൊണ്ട് കണ്ടെത്തിയാൽ ഈ 10 കൊല്ലത്തിനോട് കേരളത്തിൽ വ്യവസായം ഇല്ലാതെ അത് ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട്. അല്ലേ? ഞാൻ BJP പോകണം തോന്നിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് നയിക്കപ്പെടുന്ന UDF അല്ലേ ഉള്ളത് കേരളത്തിൽ. ഇവരും കൂടി ഉള്ളത് ഞാൻ അധികം മറ്റേ രാഷ്ട്രീയം പറയുന്നില്ല. ഓക്കെ.